നമ്മളിന്ന് പോകുന്നത് Yercaudള്ള കരടിയൂർ വ്യൂ പോയിന്റ് കാണാനാണ്. ആദ്യമായിട്ട് ഞാൻ അല്പം വഴി കാണിക്കുകയാണ്. കാരണം ഈ കരടിയൂർ വ്യൂ പോയിന്റ് കാണാൻ പോകുന്നവർ മനസ്സിലാക്കണം, ഇവിടെ എത്തുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു 3 കിലോമീറ്ററോളം ടാറിങ് ഇല്ലാത്ത റോഡാണ്, ഓഫ് റോഡാണ്. പക്ഷെ 4 വീൽ ഡ്രൈവ് വെഹിക്കിൾസിന്റെ ഒന്നും ആവശ്യമില്ല. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു, മണ്ണ് റോഡാണ്. മഴയും മാതിരി വെള്ളമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരു പക്ഷേ സ്ലിപ്പറി ആവാൻ സാധ്യതയുണ്ട്. ടയർ കണ്ടീഷനൊക്കെ നല്ലതാണുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ സാധാരണ കാറുകളൊക്കെ വരാൻ കഴിയും. എന്നാലും ഇവിടെ വരുന്നതിന് മുമ്പുള്ള റോഡ്, നിങ്ങൾ ഈ വഴിക്ക് വരുമ്പോൾ ഈ റോഡ് കണ്ടാൽ വഴി തെറ്റിയെന്ന് കരുതണ്ട. കാരണം വളരെ ഇടുങ്ങിയ ഈ മണ്ണ് റോഡാണ്. ഏതാണ്ട് ഒരു 3 കിലോമീറ്ററോളം ഈ കരടിയൂർ വ്യൂ പോയിന്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ളത്. നമ്മളങ്ങനെ കരടിയൂർ വ്യൂ പോയിന്റിന്റെ എൻട്രൻസിലെത്തി. നമ്മളങ്ങനെ ആ വ്യൂ പോയിന്റിനകത്തേക്ക് കിടക്കുകയാണ്. ഈ കവാടത്തിന് മുകളിലായിട്ട് 2 കരടി ഇരിക്കുന്നത് കാണാം. ആ കരടി മാത്രമേ ഇവിടെ ഉള്ളൂ, പേര് മാത്രമാണ് കരടിയൂർ വ്യൂ പോയിന്റ് എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഈ മലനിരകളിൽ ധാരാളം കരടികൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോ കരടിയൊന്നുമില്ല, ഈ 2 കരടി മാത്രമേ ഇവിടെ ഉള്ളൂ. പേര് മാത്രമുണ്ട് കരടിയൂർ എന്നുള്ളത്. നമ്മൾ ഈ എൻട്രൻസ് കടന്നു ചെന്നാൽ തന്നെ ഒരു ചെറിയ പാർക്കാണ്. Yercaud ആയതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റുമാണ്. അതുപോലെ തന്നെ ഇവിടെ ഗാർഡനൊക്കെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളുടെ ഇടതുഭാഗത്ത് Yercaud ചെറിയ മലനിരപ്പും താഴെ ഭാഗത്തേക്ക് അഗാധമായ ഒരു ഗർത്തമാണ്. താഴേക്ക് നോക്കണം നമ്മൾ വ്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ. കാരണം നമ്മളൊരു ഹൈറ്റുള്ള സ്ഥലത്താണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെയെല്ലാം നമുക്ക് സമനിരപ്പായ സ്ഥലം തോന്നും. പക്ഷെ മറുഭാഗം, അതായത് നമ്മളിങ്ങനെ പോകുമ്പോൾ ആ വ്യൂ പോയിന്റ് കാണുന്ന അവിടെ നമ്മൾ താഴേക്ക് നോക്കണം. അവിടെ വളരെ അഗാധമായ ഗർത്തമാണ്, മലനിരകൾ താഴെയാണ് കാണുക. നമുക്ക് ആദ്യം തന്നെ ഈ വ്യൂ പോയിന്റിന് മുകളിലൊന്ന് കയറി നോക്കാം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണുന്ന കുറെ മലനിരകൾ മാത്രമാണ്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ഒരു ചെറിയ ടൗൺ പോലെ കാണാം ഈ മലനിരകൾക്ക് ഇടയിൽ കൂടെ. അങ്ങ് ദൂരെ അല്പം വെള്ളമായിട്ട് കിടക്കുന്നത് മേട്ടൂർ ഡാമാണ്. അതുപോലെ തന്നെ മേട്ടൂർ ഡാമിനോട് ചേർന്ന സിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. ബാക്കിയെല്ലാം ഈ മലനിരകളാണ്. മേട്ടൂർ ഡാമിന്റെ വീഡിയോ ഞാൻ ഇതിന് പുറകെയായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എയർ വളരെ അടുത്തായിട്ട് തോന്നും. പക്ഷെ അങ്ങോട്ട് എത്തണമെങ്കിൽ വളരെ ചുറ്റി വളഞ്ഞു വേണം വരാൻ വേണ്ടിയിട്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ഏർക്കാടിൻ്റെ ഏതാണ്ട് 6-7 വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ എല്ലാം ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏർക്കാട് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏർക്കാടിൻ്റെ ആദ്യത്തെ വീഡിയോ മുതൽ എല്ലാ വീഡിയോയും കാണാം. ഏർക്കാട് പോകാത്തവരും പോയിട്ട് ഈ സ്ഥലങ്ങൾ കാണാത്തവരും തീർച്ചയായിട്ടും വീഡിയോകൾ കാണുക. നിങ്ങൾക്കൊരു നല്ല അനുഭവമായിരിക്കും. ഞങ്ങളുടെ കൂടെ ഏർക്കാട് സഞ്ചരിച്ച അനുഭവം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. വ്യൂ പോയിന്റ് കണ്ട ശേഷം താഴേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളിവിടെ പോയത് ഈ ഒക്ടോബർ മാസത്തിലാണ്. സീസണൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്കുണ്ടായിരുന്നില്ല എന്ന് തന്നെയല്ല, ഏതാണ്ട് വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് ഇവിടെ ഓരോ വ്യൂ പോയിന്റിലും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം വിശദമായിട്ട് കാണാനും റെക്കോർഡ് ചെയ്യാനും എല്ലാം സാധിച്ചു. ഇങ്ങോട്ട് വരുമ്പോഴുള്ള റോഡൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. ഈ സീസണിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. കാരണം വഴി വളരെ വീതി കുറവാണ്. അതുപോലെ തന്നെ ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ അധികം സൗകര്യമൊന്നുമില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 5-10 വണ്ടിയൊക്കെ നിർത്താൻ മാത്രമേ ഇതിന് മുമ്പിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സീസണിലാണ് മിക്കവാറും പേര് വരുന്നത്. അവർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാവും. വളരെയധികം നേരം ഒന്നും ഇവിടെ ചെലവഴിക്കാനായിട്ടുള്ള സ്ഥലമൊന്നുമില്ല. ഇവിടെ കാണുന്ന ഒരു ചെറിയ ഒരു പാർക്ക് ഏരിയയും അതുമാതിരി ഒരു വ്യൂ പോയിന്റും അത്ര മാത്രമേ ഈ കരടിയൂർ വ്യൂ പോയിന്റിനകത്ത് കാണാനുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന മലനിരകളും അതുപോലെ മെട്ടൂർ ഡാം എല്ലാം ഇവിടുന്ന് കാണാൻ സാധിക്കും. അതുമാത്രമാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. പിന്നെ ഏർക്കാട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെ ഈ ക്ലൈമറ്റ് സീസണിലൊക്കെ വന്നാൽ ഒരു പക്ഷേ നമുക്ക് താഴേക്ക് കാണാനായിട്ട് കഴിയില്ല. മിസ്റ്റ് ഇറങ്ങിയിട്ട് കുടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് വ്യൂ തന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല താഴേക്ക്. എന്തായാലും ഞങ്ങൾ പോയ സമയത്ത് നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്കിത് കാണാൻ കഴിഞ്ഞു. ഞങ്ങളങ്ങനെ ഈ മുകളിലിരിക്കുന്ന കരിയിലൊക്കെ യാത്ര പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് പഗോഡ പോയിന്റ് ആണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പഗോഡ പോയിന്റ് കാണാം. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.